ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ പോയി ഇറങ്ങിയിട്ട് നമ്മൾ ലുലു മാൾക്കറ്റം പോയി. ലുലു മാൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലു മാളിൽ പാർക്കിംഗ് ഏരിയയിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി ഉള്ളിലോട്ട് പോയി. കാര്യമായിട്ട് അങ്ങനെ കറങ്ങാനൊന്നും ഫുള്ള് കാണാനൊന്നുമല്ല, അതിന് മുന്നേ കണ്ടതാണ്. നമ്മൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊന്ന് ജസ്റ്റ് കയറാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ നോക്കി, നിങ്ങൾ ഇതുവരെ അന്തം പൊട്ട് പൊട്ടം കടിച്ചെന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുക. അത് പറഞ്ഞ് കളിയാക്കിയേനി ഞാൻ. പിന്നെ നമ്മളിങ്ങനെ എൻട്രൻസ് എവിടെ ഏരിയ സൂപ്പർ മാർക്കറ്റിൽ കയറുക എന്ന് ചോദിച്ചിങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനൊക്കെ ആദ്യം പോയത്. അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി ഇങ്ങനെ പോകുന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഭയങ്കര റേറ്റാണ്. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല, നമ്മളെ സാധാരണക്കാർക്ക് താങ്ങൂല. പിന്നെ അവിടെ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട് കാര്യമായിട്ട് വന്നത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തു. ഫുഡ് കൊടുക്കാതെ പാത്രം എടുക്കാൻ മറന്നുപോയി, അത് വാങ്ങാനാ. പിന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ബോക്സ് എടുത്തു. നല്ല ഈത്തപ്പഴമാണിത്, ഇതിനു മുന്നും വാങ്ങിച്ചിരുന്നു, നല്ലതാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തു. പിന്നെ കുട്ടീനെ മെല്ലെ മൂപ്പര കയ്യിലും കൊടുത്തു. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. റെഡിമെയ്ഡ് കറികൾ, ഭക്ഷണം സാധനങ്ങൾ റെഡിമെയ്ഡ്. അത് ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ഇറക്കി വെച്ചാൽ അത് നമുക്ക് ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ നോക്കിന്ന്. പിന്നെ മീൻ മസാല കൂട്ടിയത് അല്ലാത്തത് പലജാതി സാധനങ്ങൾ. പിന്നെ കേക്ക് എടുത്തു. കേക്ക് തന്നെ പല വെറൈറ്റി കേക്കുകളുണ്ട്. ജാർ കേക്ക്, ഡ്രീം കേക്കാണ്. ഇതിന് 300 രൂപ ഈ ചെറിയൊരു ബോക്സിന്. പിന്നെ അവിടെ തന്നെ വെച്ചു, മറ്റേ കേക്ക് എടുത്തില്ലായിരുന്നു. പിന്നെ കസ്റ്റാർഡ് എന്ന് കണ്ടപ്പോൾ എടുക്കട്ടെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കസ്റ്റാർഡിൻ്റെ ഫ്രൂട്ട് സലാഡല്ല. അപ്പോൾ അവിടെ തന്നെ വെച്ചു, വീട്ടിലുണ്ടാക്കാൻ വിചാരിച്ചു പോകുന്നു. ഇത് പപ്സിൻ്റെ പല വെറൈറ്റി സംഭവങ്ങളാണ്. മൂപ്പര് അതിങ്ങനെ കൊണ്ടുവന്ന് കാട്ടി തരുന്നു, വാണോ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമായില്ലേ, അത് കഴിച്ച ഗ്യാസറി വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല. പിന്നെ അച്ചാറുകൾ, പല വെറൈറ്റി അച്ചാറുകൾ അവിടെ തന്നെ ഉണ്ടാക്കണതാണ് സംഭവം. പിന്നെ അച്ചാറൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഫ്രഷ് ചെറി ഉണ്ട്, അത് 100 ഗ്രാം വാങ്ങിച്ചു. അത് നല്ല ടേസ്റ്റാണ്. താത്തൊക്കെ കേക്കിലിടാൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കെടുത്ത് ടേസ്റ്റ്. നല്ല ഫ്രഷ് ചെറി ഉണ്ട്. ഈ കേക്കിലൊക്കെ ടോപ്പിങ്സായി ഡെക്കറേഷന് വെക്കണേ അത്. ഇവിടെ താത്ത കേക്ക് സെയിൽ ചെയ്യുന്ന ആളാണ്. ഓള് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒന്നൊക്കെ എടുത്ത് കഴിക്കുന്നല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് 100 ഗ്രാം വാങ്ങി. ഇതൊക്കെ പിന്നെ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ, വാങ്ങിച്ചിട്ടില്ല. ഒക്കെ വാങ്ങുകയുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ കിടക്കും, ഞാൻ കഴിക്കൂല. പിന്നെ പാനിപൂരി വാങ്ങട്ടെ എന്ന് ചോദിച്ചു, പക്ഷേ മൂപ്പർക്ക് ആ സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് വാങ്ങണ്ടായിരുന്നു. പിന്നെ പലതരം ബേക്കറി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബേക്കറി പൊതുവേ ഞാൻ കഴിക്കാറില്ല. പിന്നെ ഒരു ഐസ്ക്രീം എടുത്തു, ഡെൻഡർ കോക്കനട്ടിൻ്റെ ജോയി ഐസ്ക്രീം എടുത്തു, ചെറുത് ഡെൻഡർ കോക്കനട്ടിൻ്റെ. വലുതെടുത്ത് അതൊക്കെ പാടെ കഴിച്ച് ജലദോഷം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊരു തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും എടുത്ത് അവിടുന്ന് ഇങ്ങനെ പോന്നു. നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി, ബില്ലടച്ചു. ബില്ലടിച്ച് ഇങ്ങനെ പോന്നു. പിന്നെ ഇങ്ങനെ ഇറങ്ങി വണ്ടി പോന്നു. ആഹാ, എന്താലേ ഓന് ദേഷ്യം വന്നുകൂടെ, വിശന്നിട്ട് കുട്ടിക്ക്.
മൂപ്പര് ഞാൻ വന്നപ്പോഴേക്കും ഡിക്കൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ വെച്ച് ഫോൺ വിളിക്കുക. അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കുനാഫ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്നു സെയിം ടേസ്റ്റ് തന്നെയാണ്, എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ബീച്ചിലേറ്റൊന്ന് പോയി, ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ കണ്ട് റിട്ടടിച്ചു. കാരണം 2 മണി 2:30 സമയമാണ്, നട്ടുച്ച സമയമാണ്, ഇറങ്ങാൻ കഴിയൂല, മാതിരി വെയിലാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് പോയിക്കാണ്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ പോന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. ഹോട്ടലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെ കയറി. ഫുഡ് കഴിക്കാൻ രണ്ടാളും ഇരുന്നു. ഞങ്ങൾ രണ്ടാളും മീൽസാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മീൽസാണ് ഇഷ്ടം. ബിരിയാണി നെയ്ച്ചോറൊന്നും എന്നും ബിരിയാണി നെയ്ച്ചോറായിട്ട് ഇപ്പോൾ ഒരു മടുപ്പാണ്. നല്ല ചമ്മന്തിയും അച്ചാറും ഉപ്പേരികളും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. മൂപ്പര് മീൻ പേതലും, ഞാൻ ചെമ്മീനും പറഞ്ഞു. പേതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ചെമ്മീൻ പോരാ, മസാലക്കൂട്ട് ടേസ്റ്റ് ഇല്ല, എന്തോ ഒരു ജാതി ചോവ. അല്ലാത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ മൂപ്പരോട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ഇത്ര തോന്നെ ചോറൊക്കെ കഴിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആ ഒരു ഇത്തിരി ചോറ് എടുത്തുള്ളൂ, അതന്നെ എനിക്ക് കഴിക്കാൻ കഴിയണില്ല. അങ്ങനെ ഫുഡ് കഴുകി ഫുഡ് കഴിച്ച് ഇറങ്ങി. അങ്ങനെ റിട്ടേൺ പോന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചെരണ്ടേസ് പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ഒരു കൊതി. ഞാൻ അങ്ങനെ കഴിക്കലൊന്നുമില്ല, മക്കളെയും കൊണ്ട് പോകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് വയ്യായിക വരും പറഞ്ഞുകൊണ്ട് വാങ്ങി തരലില്ല. അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, നിറയെ പരുന്താള്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ അവിടെ ഒരു കാക്ക പരുന്തിന് ഫുഡ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പരുന്താളെ വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിങ്ങനെ ഒന്ന് വണ്ടി നിർത്തി ജസ്റ്റ് വീഡിയോ എടുത്ത് പോന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഞങ്ങളൊരു മഗ്‌രിബ് ആവുമ്പോഴാണ് അവിടെ എത്തൽ. ആദ്യമായിട്ടാണ് പകലൊക്കെ ബീച്ച് കാണുന്നത്, കുറേ കാലത്തിന് ശേഷം. ഞങ്ങൾ പോവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ രാത്രിയാണ് പോവല്, നൈറ്റ് ട്രിപ്പായിട്ട് അങ്ങനെ പോവല്. അപ്പനെ കണ്ടപ്പോൾ അത്ഭുതം, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ സൂം ചെയ്യും, അപ്പം അങ്ങനെ ഉണ്ടാവും. എൻ്റെ ഓണത്തിനും പറ്റില്ല, അതുകൊണ്ട് സൂമിംഗ് ഒന്നും അറിയില്ല. അതിലുണ്ട് ഓപ്ഷനൊക്കെ ഉണ്ടായി, സെറ്റിങ്സ് ഓണാക്കി. ഓൺലി യൂട്യൂബാണ് മാത്രമേ അറിയുള്ളൂ. വണ്ടി നിർത്തിക്കാണ്ട് മൂപ്പര് പറഞ്ഞു ഈ അവിടെ ഇരുന്നോ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നേരാറിന് കല്ലുമ്മക്കായും പൈനാപ്പിൾ ഉപ്പിലിട്ടതും ചെരണ്ടേസും കൊണ്ടുവന്നു. സാധാരണ അങ്ങനത്തെ ഒന്നും വാങ്ങലില്ല, എന്താ വെച്ചാൽ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കെന്നും കഫക്കെട്ടും ജലദോഷം പനിയായിട്ട് വാങ്ങിത്തരല്ല. അപ്പം ഇന്ന് ആരുമില്ലല്ലോ വാങ്ങിത്തരി പറഞ്ഞപ്പോൾ വാങ്ങിത്തന്നാണ്. ഉപ്പിലിട്ടൊന്നും ഞാൻ കഴിക്കലില്ല, ഇന്ന് വെറുതെ അങ്ങനെ കണ്ടപ്പോൾ ഒരു കൊതി, ജസ്റ്റ് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, അത് രണ്ടാളും കൂടി കഴിച്ചേക്കാണ്. എനിക്കത്ര വലിയ ഇഷ്ടമല്ല തോന്നുന്നു. ഇതൊക്കെ മൂപ്പര് വീഡിയോ എടുത്താട്ടോ, ഞാൻ വീഡിയോ എടുത്തതല്ല. അതും വാങ്ങി നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ അത് കൊണ്ടു തന്നു മൂപ്പര്, ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടാണ് തന്നത്. പിന്നെ ഞങ്ങളെ പോണ വഴിക്ക് കഴിച്ച് അങ്ങനെ പോയി.
എന്താ സംഭവിച്ചാൽ അപ്പം ഉപ്പിലിട്ടിട്ടുള്ളൂ, പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിലിട്ടത് പൊതുവേ ഞാൻ കഴിക്കില്ല, അത് ഉപ്പൊന്നും പിടിച്ചിട്ടില്ല, അതുകൊണ്ട് കഴിക്കാണ്. കല്ലുമ്മക്കായും തന്നെ ചൂടൊന്നുമില്ല, തണുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, ആവറേജ്. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോന്നു, വീട്ടിലേക്ക് പോന്നു. പിന്നെ അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് മൂപ്പരെ പണിക്കാരെ കണ്ടു, ഓൽക്കില്ല കൂലി കൊടുത്തു. അങ്ങനെയൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ 5 മണി. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വീട് നോക്കുന്നുണ്ട്, ഒരു വീട് കാണാൻ പോയി, അത് കണ്ടു. അങ്ങനെ റിട്ടേൺ വീട്ടിലേക്ക് എത്തി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും